മക്കളെ, അപ്പോൾ ഇവിടെ എൻ്റെ കുട്ടികൾ കാണുന്നത് നമ്മുടെ നീറ്റ് ക്രാഷ് ബാച്ചിൻ്റെ ടൈം ടേബിളാണ്. അപ്പം നിങ്ങൾ കുറേ പേര് ചിന്തിക്കുന്നുണ്ടാവും, മിസ് ഇതിന് ഈ ടൈമിനിടയിൽ എങ്ങനെയാണ് ഇത് പഠിച്ചെടുക്കുക, ഇതെങ്ങനെയാണെന്ന് കിട്ടുമോ, അല്ലെങ്കിൽ ഈ ക്രാഷ് കോഴ്സ് കൊണ്ട് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നീറ്റ് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമോ, ഇങ്ങനെ പല സംശയങ്ങളായിരിക്കും നിങ്ങളുടെ മനസ്സിലുണ്ടാവുക അല്ലേ. അപ്പം ഈ ഒരു ടൈം ടേബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, ഓൾമോസ്റ്റ് നമ്മളിത് അപ്പോൾ നമ്മുടെ ഏപ്രിൽ നോക്കുകയാണെങ്കിൽ ഇത്രയും ക്ലാസ്സുകൾ നമ്മളത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചില ലൈവ് ക്ലാസ്സുകൾ നമ്മുടെ ബാച്ചിൽ നമ്മൾ എക്സ്ട്രാ ലൈവ് ക്ലാസ്സുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ സ്റ്റിൽ നിങ്ങൾ വെറുതെ ഒരു ട്രൈ ചെയ്യുന്നതിനേക്കാൾ അല്ലേ, നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളിപ്പോൾ റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്, ക്രാഷ് കോഴ്സ് ഒന്നും അറ്റൻഡ് ചെയ്യുന്നില്ല, ഫസ്റ്റ് നിങ്ങളുടെ നീറ്റ് എക്സാം എക്സ്പീരിയൻസ് ആണ് എന്നുള്ളതുണ്ടെങ്കിൽ മിസ്സിൻ്റെ ഒരു സജഷൻ, നിങ്ങൾ ഒരിക്കലും ഒന്നും പഠിക്കാതെ പോയിട്ടൊരു നീറ്റ് എക്സാം പോയിട്ട് എഴുതരുത്. കാരണം അപ്പോൾ നമ്മൾ ഈ ഒരു എക്സാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വർഷത്തിൽ ഒരു തവണയാണ് നടക്കുന്നത് അല്ലേ ഇപ്പോൾ. അപ്പോൾ ആ ഒരു എക്സാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി അടുത്ത തവണ എഴുതുമ്പോഴായിരിക്കും നിങ്ങൾ പ്രോപ്പറായിട്ട് പഠിച്ച്, ഇതുവരെ പഠിക്കാത്ത ആൾക്കാരാണെങ്കിൽ പ്രോപ്പറായിട്ട് പഠിച്ച് നിങ്ങൾ എഴുതാൻ വേണ്ടി പോകുന്നത് നെക്സ്റ്റ് എക്സാം ആയിരിക്കും. അപ്പോൾ ആ ഒരു എക്സാമിന് മുൻപുള്ള നിങ്ങളുടെ ഒരു മോഡൽ എക്സാം പോലെ ആയിരിക്കും നിങ്ങൾ ഈ തവണത്തെ നീറ്റിനെ ചിലപ്പോൾ കാണുന്നുണ്ടാവാം. അപ്പോൾ അങ്ങനെ നിങ്ങൾ എഴുതാൻ പോകുന്നു. അപ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ കുട്ടികളോട് പറയുകയാണ്, നിങ്ങളിപ്പോൾ ഒരു മോഡൽ എക്സാം എഴുതുമ്പോഴാണെങ്കിൽ കൂടെ നിങ്ങളൊന്നും പഠിക്കരുത്, മോഡലല്ലേ അങ്ങനെ കരുതിയിട്ടൊന്നും പഠിക്കാതെ പോയിട്ട് എഴുതരുത്. നിങ്ങൾ ഏതുവരെയാണോ പഠിച്ചത് അത് നന്നായിട്ട് റിവൈസ് ചെയ്യുക. എന്നിട്ട് പ്രോപ്പറായിട്ട് റിവൈസ് ചെയ്ത് എക്സാംസ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ട് നിങ്ങൾ ആ ഒരു മോഡൽ എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ ചിലപ്പോൾ നമുക്ക് ടൈം മാനേജ് ചെയ്യുന്നതിനെക്കുറിച്ചൊരു ഐഡിയ കിട്ടും. രണ്ടാമത്തത് ക്വസ്റ്റ്യൻസിനെ നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ മാനസികാവസ്ഥയെ കുറിച്ച് നമുക്കൊരു ഐഡിയ കിട്ടും. മൂന്നാമത്തതായിട്ട് നമ്മൾക്കിത് നല്ലപോലെ ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഞാൻ ഇത്രയെങ്കിലും പഠിച്ചിട്ടുള്ളൂ പക്ഷേ എനിക്ക് ഇത്രയും ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളൊരു കോൺഫിഡൻസ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഇപ്പോൾ നിങ്ങൾ ഓൾറെഡി +2 ഒക്കെ പഠിച്ച ആ ഒരു മെമ്മറി നിങ്ങളുടെ നിൽക്കുന്നുണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ നോക്കേണ്ടി വരുന്നത് ചിലപ്പോൾ +1 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് പ്രോപ്പറായിട്ട് പഠിച്ചിട്ടാണ് നിങ്ങൾ ഈ ഒരു നീറ്റ് എഴുതുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റ് തീർച്ചയായിട്ടും നിങ്ങളിനിപ്പോൾ നെക്സ്റ്റ് ഇയർ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ നെക്സ്റ്റ് ഇയർ പ്രോപ്പറായിട്ട് ചെയ്ത് പഠിച്ചിട്ടൊക്കെ എക്സാം എഴുതുമ്പം ഈ ഒരു എക്സ്പീരിയൻസ് നിങ്ങളെ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ഇത് ബസ് ഒന്നും പഠിക്കാത്ത മക്കളെക്കുറിച്ചാണ് പറയുന്നത് കേട്ടോ. ഒന്നും പഠിച്ചിട്ടില്ല പക്ഷേ നീറ്റ് എക്സാം എഴുതുന്നുണ്ട്. അങ്ങനെയുള്ള മക്കളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഏതെങ്കിലും രീതിയിൽ പഠിച്ചിട്ട് തന്നെ എഴുതാം. ഓക്കെ, അപ്പം ഇനിയിപ്പം നിങ്ങൾ ബസ് ഇത്രയും ആയാലും ഇനിയിപ്പോൾ കുറച്ച് ദിവസങ്ങൾ കൂടെ ഉള്ളൂ ബാക്കി, ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത്, ഇനിയിപ്പോൾ ഞാൻ ബാച്ചിലർ അഡ്മിഷൻ എടുക്കണോ, അത് കംപ്ലീറ്റ്ലി നിങ്ങളുടെ ചോയ്സാണ്. അപ്പം മിസ്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും പഠിക്കാതെ നിങ്ങൾ പോയിട്ട് എഴുതരുത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ലാസ്റ്റ് മിനിറ്റിലൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇനി ബാക്കിയുള്ള വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഇനി നമ്മുടെ ബാച്ചിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഉണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇപ്പോൾ അറിയാത്ത പ്രത്യേകിച്ച് +1 ഒക്കെ ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് കണ്ടു തീർക്കാനും, പിന്നെ നമ്മൾ മെയിനായിട്ട് ക്വസ്റ്റ്യൻസിലാണ് ഫോക്കസ് ചെയ്യുന്നത്. ഇനി വരുന്നതുള്ള ദിവസങ്ങൾ നിങ്ങൾ നോക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. കാരണം നിങ്ങൾ +1 +2 NCERT പഠിച്ച ആൾക്കാരാണ്. അത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ക്വസ്റ്റ്യൻസ് ചെയ്യാം. പിന്നെ നമുക്ക് ഇനി വരുന്ന ദിവസങ്ങളിലൊക്കെ ആയിട്ട് നമുക്ക് മോക്ക് എക്സാംസ് വരുന്നുണ്ട്. ആ മോക്ക് എക്സാംസ് എങ്കിലും എൻ്റെ മക്കൾക്ക് അറ്റൻഡ് ചെയ്തിട്ട് കുറച്ചെങ്കിലും പഠിച്ചിട്ട് നിങ്ങൾ ആ ഒരു എക്സാം എഴുതാം. ഇനി അതല്ല +1 +2 ഒക്കെ ബാച്ചിന് പഠിച്ചിട്ട് നമ്മൾ ഓൾറെഡി നമ്മുടെ നീറ്റ് ക്രാഷ് ബാച്ചിലൊക്കെ ജോയിൻ ചെയ്തിട്ടുള്ള മക്കളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല രീതിക്ക് തന്നെ നിങ്ങളുടെ ഈ ക്ലാസ്സുകളൊക്കെ ഫോളോ ചെയ്യുക. ലാസ്റ്റ് മിനിറ്റ് അല്ലേ ഉഴപ്പിക്കളയാം, അല്ലെങ്കിൽ ഇത്രയുമായി മിസ് ഞങ്ങൾക്കിനി വയ്യ എന്നുള്ളൊരു മൈൻഡൊക്കെ ഒന്ന് കുറച്ച് ദിവസത്തേക്കും കൂടെ ഒന്ന് എൻ്റെ മക്കളെ അഡ്ജസ്റ്റ് ചെയ്യുക. എന്നിട്ട് അടിപൊളിയായിട്ട് പഠിക്കുക. ഓക്കെ, നിങ്ങൾക്ക് തന്നെ അറിയാം ഈ ഒരു മാസം കൊണ്ടോ അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് മാത്രം പഠിച്ചിട്ട് നമുക്ക് നീറ്റ് ക്രാക്ക് ചെയ്യുക എന്ന് പറഞ്ഞത് അത്ര പോസിബിൾ ആയിട്ടുള്ള കാര്യമില്ല. പക്ഷെ നമ്മൾ ഏതായാലും ഒരു കാര്യം ചെയ്യുകയാണ്, അപ്പോൾ അത് ഏറ്റവും ബെസ്റ്റായിട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത്. അത് എന്ത് കാര്യം ആയിക്കോട്ടെ, നമ്മളൊന്നും ചെയ്യാതിരിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതായിരിക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ എൻ്റെ മക്കൾക്ക് ഇപ്പോൾ ഒരു തോന്നലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നമ്മുടെ എക്സാമിനറിൻ്റെ ക്രാഷ് ബാച്ചിൽ അഡ്മിഷൻ എടുക്കാം. പെർഫെക്റ്റ്ലി നിങ്ങളുടെ ചോയ്സാണ്. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ഇനിയുള്ള മോക്ക് എക്സാംസ് എങ്കിലും ഒന്ന് അറ്റൻഡ് ചെയ്തതിന് ശേഷം ഈ ഒരു നീറ്റ് എക്സാം എഴുതണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യുക, നമ്മുടെ ബാച്ചിൽ അഡ്മിഷൻ എടുക്കാം. ഓക്കെ.